ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നൊരു ചെറിയൊരു പർച്ചേസിങ് വ്ലോഗാണ് ഗൈസ്. അപ്പോൾ കണ്ടില്ലേ, അത് തന്നെ, അതാണ് പർച്ചേസിങ്. കണ്ടില്ല, ആശിഷൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കസിൻസ് എല്ലാവരും കൂടെ ആയിട്ടാണ് പോകുന്നത്. പയ്യന്മാർ മാത്രമാണ് കേട്ടോ. നമുക്ക് ചേച്ചിയിലെ കല്യാണം വരെയാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുക്കണം. അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ കാറിലാണ് പോകുന്നത്. ഇപ്പം തന്നെ സമയം 9:30 ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 9:30 ആയിട്ടുണ്ട്. എന്തായാലും ഒരു 10 മണിയാകുമ്പോൾ നമ്മൾ തിരിക്കും. അപ്പോൾ ആശിഷ് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പൊ എത്ര മണിയായി? തന്നെയല്ലേ. കണ്ടില്ലേ ഗൈസ്, ഞാനും ആശിഷും ഏകദേശം ഒരു കളർ ആണ് വന്നിട്ടുള്ളത് ഡ്രസ്. ഇതില് ബ്രൗൺ ഉണ്ടോ? അതില് വെള്ളമുണ്ട്. ഇതായിരിക്കും. അപ്പൊ ഏകദേശം ഒരു കളർ കണ്ടില്ലേ ഗൈസ്, ഏകദേശം ഒരു കളർ ഉണ്ട്. നീലല്ല, അത് പച്ചയാടാ. ഏകദേശം എന്നാണ് ഞാൻ പറഞ്ഞത്, പെർഫെക്ഷൻ എന്ന് ഞാൻ പറഞ്ഞില്ല ഗൈസ്. അപ്പൊ ഇനിയും ബാക്കി കസിൻസ് ഒക്കെ വരാണ്ട്. അപ്പൊ നമ്മൾ കാറിലാണ് പോകുന്നത്. അപ്പൊ അവിടെ ചെന്നിട്ട് ഓ ഗൈസ്, നമ്മുടെ കുറച്ച് കസിൻസ് ഉണ്ട്. അപ്പൊ അവര് കൂടെ വന്നിട്ട് മതിയാ, പതുക്കെ പറഞ്ഞാൽ മതിയാ. അപ്പൊ അങ്ങനെ കുറച്ച് പേര് വരാണ്ട്. അപ്പൊ അതൊക്കെ വന്നിട്ട് കാണാട്ടോ. സ്പ്രേ അടിക്കണോടാ? എവിടെ അടിക്കണം? അമ്പലത്തിന് മറ്റേ അതാണെങ്കിൽ പൊട്ടിച്ചിട്ട് എന്തൊരു അമ്പലം? മറ്റേ ഓറഞ്ച് ഞാൻ കണ്ടു. ഞാൻ ഇന്നലെ നിന്റെ വീടിന്റെ അവിടെ വന്നപ്പം തന്നെ അത് കട്ട് ചെയ്തോണ്ടിരുന്ന കണ്ടത്. ആ ക്ഷേത്രത്തിലുള്ളവര്. ഇത് ഞാൻ കണ്ടു. കൊറേ കട്ട് ചെയ്ത് വീണ് കിടന്ന് മഴയത്ത്. എന്നിട്ട് അത് എല്ലാം ഫുള്ള് കട്ട് ചെയ്ത് താഴെ തൂക്കി ഇറക്കി. കണ്ട? ആ മണം ഉണ്ടോ നോക്കടാ സ്പ്രേ. ഇത് ഗൈസ്, ഇതാണ് ഈ സ്പ്രേ ആണ് ആശിഷിന് അടിച്ചു കൊടുത്തത്. അത് ഷുഗർ ടെസ്റ്റ് ചെയ്യണ സാധനം. നിന്റെ വീട്ടിലുണ്ടല്ലോ ഇതേപോലത്തെ വേറൊരു ഐറ്റം. ഓ ഗൈസ്, ഇതാണ് നമ്മൾ അന്ന് വാങ്ങിച്ച സ്പീക്കർ. അത് ഇവിടെ വെച്ചിട്ടുള്ളത് കണ്ടില്ലേ? അത് നിന്റേത് കമ്പ്യൂട്ടറിലിരിക്കുന്ന ഹോം തിയേറ്റർ ആണ് വീട്ടിൽ ഇരിക്കുന്നത്. ഇത് വേറെയാണ് ഹോം തിയേറ്റർ. ഗൈസ്, ഇതാണ് എൻ്റെ അമ്മാമ്മ. ഇവിടെ കുക്ക് ചെയ്തുണ്ടാക്കി നിൽക്കുകയാണ് ഗൈസ്. കണ്ടില്ലേ, തേയിലയൊക്കെ ഇവിടെ ഇട്ടോണ്ടിരിക്കുകയാണ്. ഇതന്നെ എൻ്റെ വ്ലോഗിൽ ആദ്യമായിട്ടാണ് അമ്മാമ്മ വരുന്നത്. കണ്ടില്ലേ ഗൈസ്, ഇന്നത്തെ കാപ്പി എന്ന് പറയുന്നത് ഇതാണ്. ദോശ സാമ്പാർ. കണ്ടില്ലേ? എന്നിട്ട് നീ ദോശയല്ലല്ലോ കഴിച്ചേ? ഇന്നലത്തെ പൊറോട്ടയല്ലോ നീ കഴിച്ചേ? എന്തിനു വേണം? നീ എടുത്തോ, അത് ഓപ്പൺ ആക്ക്. ഓ, ഞാൻ ഇല്ലാത്ത സമയത്ത് നിനക്ക് എടുത്ത് കളിക്കാൻ അറിയാല്ല. എടുത്തോക്ക്. എന്നിട്ട് കിട്ടിയ? എന്നിട്ട് നീ എന്റെ അടുത്ത് ചോദിച്ചെന്തായിരുന്നു? അയ്യേ തോറ്റടാ, അയ്യയ്യേ. എന്നിട്ട് ഞാൻ കളിച്ച് കാണിച്ചു തരാം. ഞാൻ പ്രൊവൈഡാ. ഇതിന്റെ ഇടയിൽ കൂടെ കയറ്റുന്നു. തട്ടി അതാണ്. നീ കളിച്ചിട്ട് തരണം. അപ്പൊ നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പറ്റൂല, നീ ഏതാ ഗൈസ്? പയ്യന്മാരെല്ലാരും വന്നിട്ടുണ്ട്. അപ്പൊ ജോഷി ഇതാ കാറൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നേരം ഓഫ് ടു സിറ്റി ഗൈസ്. അപ്പൊ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. വണ്ടി കയറി. ഇനി നേരെ നമ്മള് പോവാനായിട്ടാണ് പോകുന്നത്. കണ്ടില്ലേ, ജനലൊന്നും തുറക്കണ്ട, ജേസിയുണ്ട് കേട്ടോ. ജേസി പോകൂടാ വെളിയിൽ. ഈ ഗൈസ്, അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പാട്ട് മ്യൂസിക്. അല്ലെങ്കിൽ ആശിഷ് പാട്ട് പാട്. ഗൈസ്, ഇതാണ് അട്ടക്കുളങ്കരയാണ് നമ്മൾ പോകുന്നത്. നിന്റെ വീടിന്റെ താഴെ മാടങ്കാവൂര്. ഞാൻ പിന്നെ സൈഡ് ഒതുങ്ങിയിരിക്കാനാ. നീ തല വെളിയിലിട്ട് ബാക്ക് നോക്കണം കേട്ടോ. ആശിഷ് നടുക്കോടാ. നിനക്ക് സൈഡ് സീൻ ആണോന്ന് പറഞ്ഞല്ലോ നീ അങ്ങ് പയ്യെ.
ഞാൻ സൈഡ് തിരിച്ച് എനിക്ക് വേണം വായിക്കാം. നീ ഇപ്പുറത്താ എനിക്ക് തന്നെ സൈസ് കിട്ടണം. അതാണ് ആ ചോദിക്കുന്നത്. അന്ന് പോയപ്പോ നീ എവിടെ ഇരുന്നേ? സൈഡ് തിരിച്ച്. അത് തന്നെ നീ ഇതേപോലെ ഇരുന്നില്ലെന്ന് അറിയാം. നെരുങ്ങി പിതിങ്ങി മടിയിലാക്കി ഇരുന്ന് പോയിക്കാണ്. ആ, എന്തായാലും സൈഡിൽ തന്നെ ഇരുന്ന്. ഓ ഏസി ഇട്ടാന്ന്. ആ. ഗൈസ് അപ്പോൾ നമ്മളിവിടെ ബേക്കറി ജംഗ്ഷൻ്റെ അവിടെ വന്നിട്ട് ഇതാ അവിടെ നിന്ന് കേട്ടില്ലേ കുറച്ച് NCCയുടെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു റാങ്ക് കേട്ടോ ഇതിൻ്റെ അകത്തിരിക്കുകയാണ്, കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ ഈ ചെറിയ റാങ്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ആശിഷൊക്കെ ഇതിൻ്റെ അകത്തിരിക്കുകയാണ്. ഇപ്പോൾ വണ്ടി വളർത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എത്തിയിട്ടുണ്ട് കണ്ടില്ലേ, വെളിയിൽ തന്നെ നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തുണ്ടാക്കിയിരിക്കുകയാണ് കേട്ടോ. തിരക്കല്ലാതെ പിന്നെ സ്കൂള് തുറക്കുന്നില്ലല്ലോ. ആ ഓക്കെ ഗൈസ്, ഞാനാ വ്ളോഗർ നീയാ വ്ളോഗർ? ആരായി? ഗൈസ് പാർക്കിംഗ് ഇവിടെ ഇല്ല, ഇവിടെ ഫില്ലാണ്. ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സ്മെല്ല് ഗൈസ്, എന്ന് വെച്ചാ ഇവിടെ ഓടയൊക്കെ പൊടിച്ചെന്ന് തോന്നുന്നു. അതിന്റെ സ്മെല്ല് കാര്യങ്ങളൊക്കെ നല്ല സ്മെല്ല്. ഗൈസ് അപ്പോൾ നമ്മളിത് ഇവിടെ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. കണ്ടില്ല ഇവിടെ വണ്ടികളൊന്നും അങ്ങനെയൊന്നുമില്ല. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ കണ്ടില്ല സനു ബായ്, ഇതെന്തിനാ ബാഗിയല്ലേ? അല്ല പാള പാൻറ്, അത് മതി അത് മതി. അങ്ങനെയൊക്കെ ഇട്ട് നിൽക്കുകയാണ്. കണ്ടില്ല വണ്ടി ഇവിടെ പാർക്ക് ചെയ്തുണ്ടാക്കി നിൽക്കുകയാണ് കേട്ടോ. നല്ല വെയിൽ കാര്യങ്ങളൊക്കെയാണ്. നല്ല ചൂട്. AC-ക്കകത്തിരുന്നപ്പം അത്ര കുഴപ്പമില്ലായിരുന്നു. AC-ന്ന് വെളിയിലിറങ്ങിയപ്പോൾ നല്ല ചൂട്. ഗൈസ് അപ്പോൾ നല്ല വെയിൽ കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ മെയിൻ റോഡിൽ കൂടെ പോകാം. ഇത് ഏതൊരു ഇടവഴി കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കറക്റ്റ് സ്പോട്ടെന്ന് കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ, എന്തായാലും നോക്കട്ടെ. ഗൈസ് അപ്പോൾ സ്മാർട്ട് സിറ്റിയിലെ ഭാഗമായിട്ട് ഇവിടെ ഫുള്ള് ഇടിച്ച് ഇറക്കിയൊക്കെ ഇട്ടിരിക്കുകയാണല്ലോ. കണ്ടില്ലേ ഇവിടെ നല്ല സ്മെല്ല് കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഫുള്ള് സ്മാർട്ട് സിറ്റിയിലെ ഭാഗമായിട്ട് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാമേന്ദ്ര അവിടെയാണ് കേട്ടോ, രാമചന്ദ്രൻ. കണ്ടില്ലേ ഫുള്ള് തിരക്ക് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കണ്ടില്ലേ ഇവിടെ ഫുള്ള് ഇടിച്ച് ഇറക്കിയൊക്കെ ഇട്ടിരിക്കുകയാണ്. ഗൈസ് സ്റ്റെപ്പ് കയറി പോവുകയാണ്. ഞാൻ ക്രീം എൻ്റെ ഉണ്ട് നോക്കട്ടെ. കളർ മറ്റേ ഇവിടെ ചേർന്നതൊക്കെ എടുക്കും. കാരണം എനിക്ക് ബ്ലാക്ക് പാൻറ് ഇല്ല. കണ്ടില്ലേ നമ്മളിതാ നമ്മുടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഓക്കെ ഇത് സാധനം കൊള്ളാം. ചൂടത്തിട്ടോണ്ട് ഇടയ്ക്ക് വെച്ചിരിക്കും. അതെടാ ഗൈസ് അപ്പോൾ ആശിഷിന് നിക്കർ എടുക്കാൻ വേണ്ടി ഒന്നേക്കാണ്. ആശിഷ് നിക്കർ എവിടെടാ സെലക്ട് ചെയ്തെടുക്കും. കളപ്പാട്ടല്ല, നീ ഇത് ആദ്യം നോക്കി. പട്ടാളക്കാരൻ ഇത് മതിയൊന്നും. ഇത് ബർമൂഡ ഇടാ അതാടാ ഇതേപോലത്തെ കളർ എടുക്കാം. മതി മതി. ഇപ്പൊ പച്ചയുണ്ട് എല്ലാം ഉണ്ട്. അവന് നിക്കർ വേണോ? ലവ് തൊട്ടിക്കണേടേ. ഓ ഇതൊക്കെ ഒരു റിബൺ. ഇതെന്തിനാണ് കോട്ട? ഗൈസ് കോട്ട് ഈ സനുവിന്റെ എല്ലായിടത്തും ഇടേണ്ട ഒന്ന് തീയായിരിക്കും. പക്ഷെ ബർത്ത്ഡേക്കല്ലാണ് മേശയിൽ വെച്ചിട്ട് എത്ര രൂപ? 510. ഞാൻ ആദ്യം 150.
ഫോട്ടോ എടുത്തി എന്താ ഇത് മറ്റേ ടൈം മെഷീൻ്റെ സ്റ്റാൻഡ് ഇത് ക്യാമറ ചെയ്ത് വെട്ടും ഇതൊക്കെ ക്യാമറ ചെയ്ത് വെട്ടും എന്താ അവിടെ ഇരുന്ന് എടുത്തോണ്ടിരിക്കുകയാണ് വല്ലതും കിട്ടിയ ആശിഷയുടെ ആശിഷിന് ആദ്യം നിക്കറെടുക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. വല്ല നടക്കാൻ തീരെ ആശിഷക്ക് പെട്ടെന്ന് എടുത്ത് നമുക്ക് ഷർട്ട് എടുക്കേണ്ടി കൈസവ് നമ്മളിവിടെ കുറെ നോക്കി നമുക്ക് കിട്ടിയില്ല. ആശിഷ് ഇഷ്ടപ്പെട്ടത് കിട്ടിയില്ല. ഇനി നമുക്ക് ആദ്യം പോയി ഷർട്ട് എടുത്തിട്ട് വരാം, അതാണ് നല്ലത്. പീസ എടുക്കണേ തുണി പീസ തുണിയാ എങ്ങനെയാ നോക്കട്ടെ. സാധനം കിട്ടുന്ന പോലെ എടുക്ക അതൊക്കെ എടുക്കും. ജിമ്മന്മാരങ്ങനെ തന്നെ. നിനക്ക് പറ്റിയത് അത് ചെറുതെടുത്തോ അതെടുത്തോ ചെറു അല്ലെങ്കിൽ അയ്യോ കാലിട്ടി അല്ലെങ്കിൽ ഇതൊക്കെ ഇതൊക്കെ അപ്പുറത്ത് ചെറുതാണോടാ പ്ലാസ്റ്റിക് ആണ്. ആശിഷ ഒന്നെടുത്തോ വേണ്ട വേണ്ട അവിടെ പോയി അത് തന്നെ നീ വാ നിനക്ക് പറ്റിയത് അതല്ല വാ നീ വന്ന് തുണി എടു. അവരൊക്കെ അവിടെ നിന്ന് എടുത്തോണ്ടിരിക്കാണ് കേട്ടോ. നീ ഷട്ടിൽ നിനക്ക് വാങ്ങിച്ചു തന്നേ ഇത് എവിടെ ഷർട്ട് വയസ്സ് നമ്മൾ ഷർട്ട് വാങ്ങാൻ പോകണം നോക്കട്ടെ. കൈസൊക്കെ നമ്മൾ കുറെ നോക്കി എന്നിട്ട് കുറച്ച് സെലക്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. എന്താവുമെന്ന് അറിഞ്ഞൂടാ, കാണിച്ചു തരാം കേട്ടോ. അത് കൈസൊക്കെ നമ്മൾ ഇത്രയും സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പച്ചയാണ് സെലക്ട് ചെയ്യുന്നത്. ആ പച്ച ഒപ്പിച്ച് കണ്ടില്ലേ, ഇത്രയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന സാധനം കിട്ടൂല. ഗൈസ് അപ്പോൾ അങ്ങനെ നമ്മളിതാ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നേക്കാണ്. ഇനി കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചുള്ളൂ. ഇനി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ടുണ്ട്. അപ്പോൾ നല്ല വെയിൽ കഴിയും. ഇപ്പം തന്നെ ഒരു 2 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വണ്ടി കയറിയിട്ട് അടുത്തൊരു സ്പോട്ടുണ്ട്, അങ്ങോട്ടൊക്കെ പോകണം. അപ്പോൾ ഇനി വണ്ടി പാർക്ക് ചെയ്യുന്നിടത്താണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കുറച്ച് സാധനം വാങ്ങിച്ചോളൂ, ഇനി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. ഗൈസ് അപ്പോൾ നമ്മൾ വണ്ടിയുടെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ ഇവിടെ കിടന്ന വണ്ടി എവിടെ എന്തൊരു അങ്ങനെയല്ലേ പറഞ്ഞു 2 വർഷം കൊണ്ട് കിടക്കണേന്ന്. 2 വർഷം കിടക്കുന്ന വണ്ടി ഒരു ദിവസം കൊണ്ട് കാണാതായിരിക്കുന്നു. പിക്കി തുറന്നു, നമ്മൾ സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് വെച്ചു കൂട്ടുന്നു. ഇനി നേരെ നമ്മൾ വണ്ടി എടുത്ത് അടുത്ത ഡെസ്റ്റിനേഷൻ. അതിൽ കൂടെ കുറച്ച് പാർക്കിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല ചൂട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് കുറച്ച് ഷർട്ട് കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് ഇനി വണ്ടിക്കകത്ത് ചേർക്കാം. ആവിയുടെ അപ്പോൾ നമ്മളിതാ ഇപ്പം അടുത്ത ഒരു സ്പോട്ടിലോട്ട് പോവുകയാണ് തുണി എടുക്കാനായിട്ട്. പോത്തീസിലോട്ട് പോവുകയാണ്. അപ്പം എത്തുമെന്ന് നോക്കി അത് തന്നെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ 2 മണി കഴിഞ്ഞിട്ടുണ്ട്, 2:12 നല്ല ചൂട്. വണ്ടി വെയിലത്ത് ഇടുന്നോണ്ട് തന്നെ അകത്ത് നിന്ന് അവിയാണ്. കൈസപ്പോ ഇനി അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. കൈസപ്പോ നമ്മളിതവിടെ പാർക്കിങ്ങിൽ അവിടെ പോത്തീസിൻ്റെ അവിടെ പാർക്കിങ്ങിലൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ അങ്ങോട്ട് കയറാനായിട്ട് പോകാം കേട്ടോ. ഫുഡൊന്നും കഴിച്ചില്ല, നല്ല ചൂടൊക്കെയാണ് അറിയാമല്ലോ. കൈസപ്പോൾ നമ്മൾ പോത്തീസിലെത്തിയിട്ടുണ്ട്. ഓക്കെ, ആദ്യം എന്തെങ്കിലും ഫുഡ് കഴിക്കാനാണെന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഇതിലെ പയ്യന്മാരെല്ലാം ബൈക്കിലുണ്ട്, കണ്ടില്ലേ വലിയ ഷൂ ഒക്കെ ഉണ്ട്. ഇനി നമ്മൾ ഫുഡ് കോർട്ടിലോട്ട് പോവാണ് ഫുഡ് കഴിക്കാൻ. നമുക്ക് കൈസപ്പോൾ അവിടെ ഫുഡൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഓർത്ത് ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരുന്നത്. സനുണ്ട് കേട്ടില്ലേ, സൗണ്ട് എത്ര ക്യാപ്ചർ ആവുമെന്ന് അറിഞ്ഞില്ല. ഒരു ഫാൻ്റെ മൂട്ടിലാണ് ഇരിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് ഫുഡൊക്കെ എടുത്തുകൊണ്ട് വരെയാണ്. അപ്പോൾ കൊണ്ടുവന്നിട്ട് എന്തൊക്കെയാണ് എടുത്തതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഗൈസ് നമ്മുടെ ഫുഡ് കൊണ്ടുവരുന്ന നോക്കി നോക്കി. കയറി കയറി കയറി. ഇത് നമുക്കടാ, എനിക്കടാ, എനിക്ക് സലാഡുണ്ട്, ചപ്പാത്തി. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അവനും അതേപോലെ തന്നെ എടുത്തിരിക്കുന്നത്. ഇത് ഇത്രയാണ് എടുത്തിരിക്കുന്നത്. സംഭവം കൊള്ളാം. എങ്ങനെയുണ്ട്? 2 എണ്ണം കിട്ടുള്ളൂ. എല്ലാം കൂടെ എത്ര? 280, 240, 80 എന്തോ ആണ് ഇത്ര. ഇത് മാത്രമല്ല എന്തോ ബിഷപ്പ് അങ്ങനെ എന്തോ ഉണ്ട്.
അപ്പോൾ ഇതെല്ലാം ഒന്ന് കഴിച്ചിട്ട് വരാം കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് കണ്ടില്ല ആശിച്ച് വീശപ്പം ഇല്ലേ? ദോശ മസാല ദോശ അല്ലേ അല്ലേ? സാധാ ദോശ. ഓ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ് കണ്ടില്ലേ. പിന്നെ വലുതെടുത്ത കഴി ഒറ്റ കൈ കൊണ്ട് കഴിയടാ, 2 കൈ കൊണ്ട് കഴിക്കാതെ. ആ എന്തായാലും കഴി. ഓ എന്തൊരു വയലല്ലേ. കഴി ഗൈസ് നമ്മൾ അകത്ത് കയറി. അശ്യ പേടിയുണ്ട്. വന്നിട്ടുണ്ടാ നമ്മളെ പോലെ. അതല്ല ഇന്നലെ ആണെങ്കിൽ പേടിച്ചെന്ന് പറയാനായിട്ട് ഇറങ്ങി അവൻ അവിടെ എത്തുമ്പോ പേടിയെന്ന്. മാസം കാണിക്കണ്ട ഇങ്ങോട്ട് ഇവിടെ മെനിങ്ങാന്ന് വന്നപ്പോ നീ എന്തിനായിരുന്നു? മെനിങ്ങാന്ന് വന്നപ്പോ നീ അവിടെ എന്ത്? ഓ ഇപ്പഴാണെങ്കിലേ ഒരു 2 ദേഹത്ത് വിടാം. മാസാണ് ഇത്. കേറി അത് തന്നെ പേടിയുണ്ട്. അത് തന്നെ ഇവ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു അന്ന് കേറി. ഇങ്ങനെ പോയാലും മതി. ഇവിടെ ഇത് പെൺപിള്ളേരെ സെക്ഷൻ ഉണ്ടാ. ഇനി പിന്നെ വണ്ടി വണ്ടി. ഓ കൊള്ളാം. കണ്ട പോടാ വീട്ടിൽ പോടാ. അയ്യോ നമ്മളിവിടെ ഷൂവിന്റെ സെക്ഷൻ തൊട്ടാണ് വന്നത്. ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. വാടാ പെട്ടെന്ന് വാ. തുണി എടുത്തിട്ട് വീട്ടിൽ പോണം. ഇങ്ങോട്ടാ പോണേ? കിളിയുടെ അങ്ങോട്ടല്ല, കോണകം വാങ്ങിയാ പോണ. കോണകം ഇവ എവിടെ പോണേ? എന്ത് ആ ചെല്ലെടുത്ത് വരാൻ പോയി. AC-യിൽ ഇതടിക്കാൻ പോയിട്ട് മോനെ. ഇതൊക്കെ 1000-ന്റെ പേനയാണ്. 1000 രൂപ. നീ വാടേ. നീ എവിടെ പോണു? മേക്കപ്പാണ്. ഇവിടെ ആട് ജീവിതം. ഞാൻ വായിക്കുന്ന ബുക്കാണ്. ഞാൻ എല്ലാം വാങ്ങിക്കും. 3 hours later. ഈ ഗൈസ് അപ്പോൾ എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ എത്തിയിട്ടുണ്ട്. നല്ല ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം വീടിൻ്റെ അടുത്ത് ഒരു ക്ഷേത്രത്തിലുള്ള പരിപാടി അടക്കണം. എന്തോ പരിപാടി അടക്കണം. അതിൻ്റെ ഹാണൊക്കെ ഇവിടെയാണ് അടുത്താണ് കൊണ്ട് വെച്ചിരിക്കുന്നത്. അതിൻ്റെ സൗണ്ടൊക്കെ കാണും, കേൾക്കുന്നുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ഒക്കെ ആയിരുന്നു. നല്ല ക്ഷീണമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു കടയിൽ മാത്രമല്ല കയറി, ഒരുപാട് കടയിലൊക്കെ കയറിയാണ് സംഭവം സാധനം കിട്ടിയത്. അതിൻ്റെ ചെറിയ ചെറിയ വിഷ്വൽസ് മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചെറിയൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടിലൻ വീഡിയോ വരുന്നൊരു ഗുഡ് ബൈ.